നമസ്കാരം. പഴയ കാലങ്ങളിൽ ഈ കാലവർഷം തുലാവർഷമൊക്കെ കൃത്യസമയങ്ങളിൽ തന്നെയാണ് വന്നിരുന്നത്. ഇന്ന് അതിന് മാറ്റങ്ങൾ എന്തൊക്കെയാ? ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള ഈ വ്യതിയാനങ്ങൾ നമ്മുടെ ആവാസ വ്യവസ്ഥിതി മുഴുവൻ മാറിയിട്ടുണ്ട്. മരങ്ങളില്ല, മലകളില്ല, മറ്റു കുന്നുകളില്ല, കുളങ്ങളില്ല, ഇതൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ അടിസ്ഥാനത്തിൽ കാലാവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് കാലവർഷ കാറ്റ് വരിക, ഇടവപ്പാതി കാറ്റ് വരിക, തുലാവർഷത്തിലെ കാറ്റ് വരിക എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമുണ്ട്. പാലക്കാട് ചുരം കടന്ന് വരുന്ന എന്നൊക്കെയാണ് കേരളത്തിലേക്ക് കാലവർഷം വരുമ്പോൾ അല്ലെങ്കിൽ തുലാവർഷം വരുമ്പോൾ പറയുക. അത് കൃത്യമായിട്ട് വരുന്നത് ഈ പശ്ചിമഘട്ടവും അതുപോലെ തന്നെ സഹ്യപർവ്വതത്തു നിന്നൊക്കെ മരങ്ങളും അതുപോലെ തന്നെ പാറക്കെട്ടുകളും ഒക്കെ തടഞ്ഞു നിർത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാലാകാലങ്ങളായിട്ട് വന്നിരുന്നത്. അതിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചക്രങ്ങളെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടായിരുന്നോ കൃഷിരീതികളൊക്കെ തീരുമാനിച്ചിരുന്നത്? മുഴുവൻ കൃഷിരീതികളും കാലാവസ്ഥ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഇവർ തോടുകളും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡാമുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ബാക്കി ഇതിനു മുമ്പുണ്ടായിരുന്ന കാലങ്ങളൊക്കെ മുഴുവൻ കാലാവസ്ഥയ്ക്കാണ്. ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച കൃഷിരീതികളാണ് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയിരുന്നത്. ആ കാലാവസ്ഥയ്ക്ക് എത്ര കാലം വേണം, അതിന് വെള്ളം ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, കുളങ്ങൾ കുഴിച്ചിട്ടും കിണറുകൾ കുഴിച്ചിട്ടും തേവി നനച്ചിട്ടും ഒക്കെയാണ് അത് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് മുഴുവൻ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് കർഷകന്റെ മനസ്സ് ശുദ്ധമായൊരു മനസ്സാണ്, അല്ലെങ്കിൽ ദൈവം പോലെയുള്ള ആളാണ് കർഷകൻ എന്ന് പറയും. കാരണം അവന്റെ കയ്യിലുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സും അവൻ ചെയ്യും. കനിഞ്ഞ് ആവശ്യത്തിന് മഴ കൊടുക്കുക, ആവശ്യത്തിന് വെയിൽ കൊടുക്കുക, അല്ലെങ്കിൽ അത് നിയന്ത്രിച്ച് ദൈവം കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് കർഷകൻ അങ്ങനെ ഒരു ദൈവം പോലെ കണ്ടുവരുന്നത്. പഴയ കാലങ്ങളിൽ ഇന്നത്തെ പോലെ കാലാവസ്ഥ നിരീക്ഷണ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയായിരുന്നു കാലാവസ്ഥ മനസ്സിലാക്കിയിരുന്നത്? കാലാവസ്ഥ മനസ്സിലാക്കിയിരുന്നത് അവർക്ക് അതിന്റെ ലക്ഷണങ്ങളുണ്ട്. നാച്ചുറലായിട്ട് വരുന്ന കാറ്റ്, അതുപോലെ തന്നെ വെയിലുകള്, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് മുതിർന്ന ആളുകൾക്ക് അത് അറിയാൻ പറ്റും. ചില ലക്ഷണങ്ങളുണ്ട്. ഇപ്പൊ മഴ വരുന്നതിന് മുമ്പ് തുമ്പി താന്ന് പറക്കുക എന്ന് പറയും. തുമ്പി ഇല്ലേ, ചെറിയ തുമ്പി, ആ തുമ്പി നിലത്തോട് ഒട്ടി പറന്നു നടക്കുന്ന സമയത്ത് മഴ എടുത്തിരിക്കുന്നു എന്ന ലക്ഷണമാണ്. അതുപോലെ പല പല ലക്ഷണങ്ങളും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ കാലാവസ്ഥയെ നിരീക്ഷിച്ചിരുന്നത്. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും നെല്ല് മുളയ്ക്കുന്നതാണല്ലോ, ഇതിലൊക്കെ എത്രമാത്രം സത്യം? അത് 100% ശരിയാണ്. കാരണം കുംഭത്തിൽ മഴ പെയ്താൽ അപ്പം തൊട്ട് നിലമൊരുക്കാൻ പറ്റും. അത് മേനമാസത്തിലോ മേടമാസത്തിലോ ആയാൽ പറ്റില്ല. മേടമാസത്തിലാണ് ഒന്നാം വിള സാധാരണയായിട്ട് നമ്മൾ ഇറക്കാറുള്ളത്. ഇത് കുംഭത്തിൽ തന്നെ നമുക്ക് വന്നാൽ കുംഭത്തിൽ അതൊക്കെ നിലങ്ങളൊക്കെ പൂട്ടി ഒരുക്കി അല്ലെങ്കിൽ കട്ട തല്ലി എല്ലാം റെഡിയാക്കിയിട്ട് 2 മാസത്തെ ഗ്യാപ്പിൽ നമുക്ക് അതൊക്കെ ശരിയാക്കിയിടാൻ പറ്റും. ആ ശരിയാക്കിയിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മേടമാസം 1-ാം തീയതി വിഷു എന്ന് പറയുന്ന അതാണ്. ആ വിഷുവിന് കാളപൂട്ട് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞാൽ വിത്ത് വിതയ്ക്കുകയാണ്. അന്ന് വിത്ത് ഇറക്കാം. കാരണം അശ്വതി ഞാറ്റുവേല തുടങ്ങുകയാണ്. അശ്വതി ഞാറ്റുവേല ഒരു കൊല്ലത്തിൽ തുടങ്ങുന്നത് ഈ വിഷു 1-ാം തീയതിയാണ്. ആ വിഷു 1-ാം തീയതി വിത്തിറക്കിയാൽ ആ കൊല്ലത്തെ വിളവ് ഗംഭീരമായിട്ട് കിട്ടുമെന്നാണ് കർഷകർ വിശ്വസിക്കുന്നത്. അത് ആ ഞാറ്റുവേലയ്ക്ക് അനുസരിച്ച് തന്നെയാണ് സാധാരണഗതിയിൽ ഈ കൃഷികളൊക്കെ ഇറക്കിയിരുന്നത്. അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം കൊടുത്ത് ഈ കുംഭമാസത്തിൽ മഴ ലഭിച്ചാൽ നിലമൊരുക്കുന്നതിനുള്ള സാവകാശം കിട്ടുന്നതുകൊണ്ട് കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് കുംഭത്തിൽ മഴ ലഭിച്ചാൽ കുപ്പയിൽ നെല്ല് എന്ന ഒരു ചൊല്ലുള്ളത്. ഈ ജൂൺ മാസത്തിൽ പോകുന്ന ചെമ്പകം ഇപ്പൊ പൂത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നവംബർ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പഴുത്ത ചക്കയൊക്കെ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടാണ്. കാരണം തിരുവാതിര ഞാറ്റുവേലയില് കാറ്റ് വീശുക അല്ലെങ്കിൽ മഴ നല്ലോണം പെയ്യുക, അങ്ങനെ ആകുമ്പോൾ ഈ മരങ്ങളുടെ എല്ലാം വേരുകൾ വളരാനുള്ള സാഹചര്യങ്ങൾ കൂടും. ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ മരങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ആ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചക്ക പൊട്ടുന്നതും മാങ്ങ ഉണ്ടാവുന്നതും മാവ് പൂക്കുന്നതും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കാലാവസ്ഥ കൃത്യമായിട്ട് വരികയാണ്. തിരുവാതിര ഞാറ്റുവേലയിൽ മഴ ഉണ്ടാവുക, അതുപോലെ പുണർത്ത ഞാറ്റുവേലയിൽ ഉണ്ടാവുക, അങ്ങനെ ഓരോ ഞാറ്റുവേലയ്ക്ക് അനുസരിച്ച് മഴ, അതായത് തന്നെയാണ്. പ്രളയമുണ്ടായ വർഷത്തില് 3 തവണ മാവുകൾ പൂക്കുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടുണ്ടായിട്ടുള്ള തന്നെയാണ്. മുരിങ്ങയിലേക്ക് കർക്കിടക മാസത്തില് കടി ഉണ്ടാവുന്ന കേട്ടിട്ടുണ്ട്. മുരിങ്ങയിലേക്ക് കർക്കിടക മാസത്തിൽ കട്ടുണ്ട്. ഇന്നും വിശ്വസിക്കാൻ കഴിയും. കാരണം ആ മുരിങ്ങയില ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അതിന്റെ ഇലയ്ക്ക് കൂമ്പില്ല എന്നാണ്. കൂമ്പ് ചില മരങ്ങൾക്ക്, ചില ഞാറ്റുവേലയിൽ അല്ലെങ്കിൽ ചില വൃക്ഷങ്ങൾക്ക്, ചില ചെടികൾക്ക്, ചില ഞാറ്റുവേലയിൽ കൂമ്പ് വളരില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മുരിങ്ങയില അങ്ങനെയാണ്. മഴ പെയ്ത പുതിയ കൂമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് അതിന് കൂമ്പില്ല. ആ കൂമ്പില്ലാതെ ആകുമ്പോൾ കട്ടിപ്പ് വരും.
ആ കട്ടിപ്പ് വരുന്നത് ഒരു വിഷാംശം ഉണ്ടാകും എന്നുള്ളതിൽ തന്നെയാണ് അത് ഈ കർക്കിടകം 10 വരെ കഴിക്കില്ല എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് ബാക്കി ഇലകളൊക്കെ കഴിക്കുകയും വേണം. പത്തിലക്കറി വെച്ച് കഴിക്കുക എന്ന് പറയുന്നത് കർക്കിടകം 10-ാം തീയതിക്ക് ഉള്ളിലാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ ചേന, ചേമ്പ്, പയറ്, അതുപോലെ തന്നെ മത്തൻ, കുമ്പളം, പിന്നെ അതുപോലെ തൂവ, അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ പത്തിലക്കറികളുണ്ട്. ആ പത്തിലക്കറികൾ വെച്ച് കഴിക്കുന്നത് ഈ ഇത് ഒഴിവാക്കിയിട്ടാണ്, ഈ മുരിങ്ങയെ ഒഴിവാക്കിയിട്ടാണ് മറ്റ് പത്തിലക്കറികൾ ഈ 10 ദിവസം കഴിക്കുന്നത്, കർക്കിടകം 10-ാം തീയതിക്ക് കഴിക്കുന്നത്. പഴയ കാലത്തെ കൃഷിരീതിയും ഇന്നത്തെ കൃഷിരീതിയും തമ്മിലൊരു വ്യത്യാസം സാറിന്റെ ഒരു കാഴ്ചപ്പാടിലൊന്ന് വിശദീകരിക്കാൻ കഴിയും? ഒരുപാട് മാറ്റങ്ങളുണ്ട്, വന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ ഈ മെക്കനൈസേഷൻ വന്നു, അതായത് മെഷീൻ ഉപയോഗിച്ചാണ് എല്ലാ ഓപ്പറേഷൻസും നടക്കുന്നത്. അത് മണ്ണിന്റെ ഫെർട്ടിലിറ്റി ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ മാന്യൂർ, അതുപോലെ തന്നെ ഫെർട്ടിലൈസർ ഉപയോഗിച്ച് എന്തൊക്കെ അംശങ്ങള് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുക. കാരണം നമ്മൾ പട്ടിണി കിടക്കുന്ന ഒരു കാലമാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ ജനങ്ങൾ പട്ടിണി കിടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അരി ഭക്ഷണം അല്ലെങ്കിൽ ഗോതമ്പ് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നമുക്ക് നിർബന്ധമായിട്ടും നമ്മുടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വർദ്ധിപ്പിച്ചേ മതിയാവൂ. അതുകൊണ്ടാണ് 1951 നെഹ്റുജി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ കൊണ്ടുവന്നത്. ആ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ കൊണ്ടുവന്നതിൽ അതിന്റെ 95% ഓഫ് ദി ഔട്ട്ലേ, അതിന്റെ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റും നടത്തിയത് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. കാർഷിക വിപ്ലവം തന്നെയാണ് പറയുന്നത്. ആ കാർഷിക വിപ്ലവത്തിലൂടെയാണ് ഈ പുതിയ, അന്നത്തെ കാലത്ത് കുട്ടിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല, ഞങ്ങൾക്കൊക്കെ അറിയാം, തൈനാൻ അല്ലെങ്കിൽ മസൂരി, അങ്ങനെയുള്ള വിത്തിനങ്ങളൊക്കെ കൊടുത്ത് IR8 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വിത്തിനങ്ങൾ ഇറക്കിയവര്. ആ വിത്തിനങ്ങളിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ്, അതിനൊക്കെയാണ് ഈ വളപ്രയോഗങ്ങളും. അതുവരെ ഒന്നും നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് ഒന്നും ഉപയോഗിച്ചിരുന്നില്ല നമ്മുടെ നാട്ടിൽ. ഒരു 65-70 കാലഘട്ടം വരെയൊന്നും നമ്മൾ ഈ ഇതുപോലുള്ള ഇംഗ്ലീഷ് മരുന്നുകളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ പുതിയ വിത്തനങ്ങൾ വന്നപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഈൽഡ് കൂടുതൽ ഉണ്ടാക്കാൻ സാധിച്ചു, ഒരു കാർഷിക വിപ്ലവം ഉണ്ടാക്കാൻ പറ്റി ഇന്ത്യയില്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ക്ഷാമം അല്ലെങ്കിൽ ഭക്ഷ്യക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിച്ചെങ്കിലും അതിനെ വളരെയധികം മോശമായ രീതിയിലേക്കാണ് പിന്നെ അത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ വിളവൊക്കെ കുറഞ്ഞു വരുന്നത്. ആ നെല്ലിനും അതിന്റെ, അല്ലെങ്കിൽ ആ ഈൽഡിനും അതിന്റെ ഗുണമേന്മയില്ല. വിത്തനങ്ങൾ മാറിയെന്ന് അപ്പോൾ പാറ്റംബോസ് അല്ലെങ്കിൽ പൊട്ടാഷ് അല്ലെങ്കിൽ യൂറിയ, ഇവ സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ കെമിക്കൽസ്, ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന കെമിക്കലുകളാണ്. ആ കെമിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആ ഒരു സീസണിലേക്ക് മാത്രം, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഈ പച്ചിലവളമോ ചാണകമോ ആട്ടിൻകാട്ടൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഉള്ള അതിന്റെ മൂലകങ്ങൾ എന്തെങ്കിലും മണ്ണിൽ ഉണ്ടെങ്കിൽ അതിനെ വലിച്ചെടുക്കാൻ മാത്രമേ ഇത് ഉപകരിക്കുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പ്രാവശ്യം ഈ പുതിയ ഫെർട്ടിലൈസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലുള്ള മൂലകങ്ങളൊക്കെ വലിച്ചെടുത്ത് ആ മണ്ണിന്റെ ബലഭൂയിഷ്ടി ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിന്റെ ഇരട്ടി ഡോസ് കൊടുക്കേണ്ട അവസ്ഥയാണ്. ഒരു 10 കൊല്ലം കഴിയുമ്പോഴേക്കും അങ്ങനെ തന്നെ കൊണ്ട് ചാക്ക് കണക്കിന് കൊണ്ട് ചെരിഞ്ഞാലും കൂടി മതിയാവാത്ത ഒരവസ്ഥയിലേക്ക് വരും. പിന്നെ അതിനെ റിക്കൂപ്പ് ചെയ്ത് കൊണ്ടുവരാൻ എളുപ്പമല്ല എന്നർത്ഥം. റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ എളുപ്പമല്ല, പഴയ സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ എളുപ്പമല്ല. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ വളപ്രയോഗം കൊണ്ടുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങള്. അത് ഏറെക്കുറെ ശാസ്ത്രജ്ഞന്മാർ ഇപ്പൊ തിരിച്ചറിയാൻ തുടങ്ങി. അവർ പറഞ്ഞത് മാറ്റി പറയാനുള്ള വിഷമം കൊണ്ട് ഇപ്പൊ അവര് ജൈവവളം ഉപയോഗിക്കൂ എന്ന് പറയുന്നുണ്ട്. എന്താ ജൈവവളം? മണ്ണിൽ ലയിച്ചു പോകുന്ന വളങ്ങൾ ചേർക്കുന്നതാണ് ജൈവവളം. അത് പച്ചിലവളമായാലും കുഴപ്പമില്ല, കമ്പോസ്റ്റ് വളമായാലും കുഴപ്പമില്ല, ചാണകമായാലും കുഴപ്പമില്ല, ആട്ടിൻകാട്ടായാലും കുഴപ്പമില്ല, കോഴിക്കാട്ടായാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള വളങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ജൈവവളങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് എവിടെയെങ്കിലും ഉണ്ടോ? കൃഷിയില്ലാതായ സമയത്ത് കന്നുകാലികളില്ല, ചാണകമില്ല, ആട്ടിൻകാട്ടമില്ല, പച്ചിലയാണെങ്കിൽ മരങ്ങളൊന്നും പാടില്ല, പറമ്പില് എല്ലാം വെട്ടി ഒക്കെ നശിപ്പിച്ച് എല്ലാം കഴിഞ്ഞു. അപ്പൊ അതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ഇനി തിരിച്ച് അത്തരത്തിലുള്ളൊരു സ്ഥിതിയിലേക്ക് നമ്മുടെ ഭൂമികളൊക്കെ തിരിച്ചെത്താൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പുതിയ മാന്യൂറോ അല്ലെങ്കിൽ ഫെർട്ടിലൈസറോ ഒക്കെ ഉപയോഗിച്ചാലും അത് പ്രൊലോങ്ഡ് ടൈമിലേക്ക്, അത് പ്രത്യേകിച്ച് ഈ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന തെങ്ങ്, അടയ്ക്ക, കവുങ്ങ്, ഈ വക മരങ്ങൾക്കൊക്കെ വളരെയധികം ദോഷമായിട്ടുള്ള സാധനങ്ങളാണ്. അതിനൊക്കെ ഫെർട്ടിലൈസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കാരണം അത് 50 കൊല്ലം 60 കൊല്ലമൊക്കെ ജീവിക്കുന്ന മരങ്ങളാണ്, ചിലപ്പോൾ അതിനൊക്കെ കൂടുതൽ കാലം ജീവിക്കുന്ന മരങ്ങളാണ്. ആ മരങ്ങൾക്കൊക്കെ ഈ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദോഷം ചെയ്യും. താൽക്കാലികമായിട്ട് 2-4 കൊല്ലമൊക്കെ അടയ്ക്കോ തേങ്ങയോ കിട്ടും, അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ലാതാവും. പെട്ടെന്ന് ആ ചെടി തന്നെ നശിച്ചു പോകുന്ന, മരം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയാണ്. നേരെ മറിച്ച് നമ്മളുടെ പഴയ വളപ്രയോഗമാണ് നടത്തുന്നതെങ്കിൽ അത് ഒരുപാട് കാലത്തേക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും.
അപ്പൊ നമ്മൾ അടയ്ക്ക് വില കൂടി അല്ലെങ്കിൽ തേങ്ങയ്ക്ക് വില കൂടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നല്ലോണം കുറച്ച് ചാണകമൊക്കെ ഇട്ട് നോക്കി കുറച്ച് വളമൊക്കെ ഇട്ട് നോക്കാന്ന് വിചാരിച്ചാൽ ഒരു കാര്യമില്ല എന്നർത്ഥം. ഒരു എന്താ പറയാ പെരണിയൽ ക്രോപ്പ് എന്നാണ് പറയുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് കുറെ കാലം അതിൽ നിന്ന് നമുക്ക് ഈൽഡ് കിട്ടുന്നതാണ്. അതൊരു സ്ഥിരമായിട്ടുള്ള രീതിയിൽ വളപ്രയോഗം നടത്തിയാൽ മാത്രമേ അത് നമുക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള വളപ്രയോഗങ്ങൾ ഇപ്പൊ നെൽകൃഷിക്കായാലും മറ്റെല്ലാ കൃഷികൾക്കായാലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വളരെ ദോഷമായ രീതിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് നമുക്കത് ആവശ്യമായിരുന്നു. ഹൈൽഡ് വെറൈറ്റി വിത്തുകൾ ഉപയോഗിക്കുക, ഫെർട്ടിലൈസർ ഉപയോഗിക്കുക, പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുക. കാരണം നമ്മൾ പട്ടിണി കിടക്കുന്ന ഒരു കാലമാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം 70 കാലഘട്ടം വരെയൊന്നും നമ്മൾ ഈ ഇതുപോലുള്ള ഇംഗ്ലീഷ് മരുന്നുകളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ പുതിയ വിത്തനങ്ങൾ വന്നപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഈൽഡ് കൂടുതൽ ഉണ്ടാക്കാൻ സാധിച്ചു. ഒരു കാർഷിക വിപ്ലവം ഉണ്ടാക്കാൻ പറ്റി ഇന്ത്യയിൽ. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് നമ്മുടെ എന്താ പറയാ നമ്മുടെ ക്ഷാമം അല്ലെങ്കിൽ ഭക്ഷ്യക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിച്ചെങ്കിലും അതിനെ വളരെയധികം മോശമായ രീതിയിലേക്കാണ് പിന്നെ അത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ വിളവൊക്കെ കുറഞ്ഞു വരുന്നത്. ആ നെല്ലിനും അതിന്റെ അല്ലെങ്കിൽ ആ ഈൽഡിനും അതിന്റെ ഗുണമേന്മയില്ല. വിത്തനങ്ങൾ മാറിയെന്ന് മാത്രമല്ല, ആ വിത്തനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മാറ്റങ്ങളെ കൊണ്ടും ഈ വളപ്രയോഗം കൊണ്ടും നമുക്കുണ്ടാവുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് അതിൻ്റെതായ തനതായ ഗുണങ്ങളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് പഴയ വിത്തുകൾ പേരിനൊക്കെ അവിടെ ഇവിടെ ഉണ്ടെങ്കിലും അതൊന്നും സാധാരണയായിട്ട് ലഭിക്കുന്നില്ല. അതൊക്കെ അന്യം പൊടിഞ്ഞു പോയി. കാരണം അതിന്ന് അവർ പല തരത്തിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പലതും കൂടി മിക്സ് ചെയ്തിട്ട് പല സങ്കരവർഗ്ഗങ്ങളാക്കി മാറ്റിയിട്ടാണ് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വന്നത്. ഇപ്പോ കുറേയും കൂടി ഇപ്പൊ അഗ്രികൾച്ചർ കോളേജ് യൂണിവേഴ്സിറ്റി ഒക്കെ അവർ കുറേയും കൂടി ശ്രദ്ധിച്ചിട്ട് അത് വീണ്ടും പഴയ വിത്തനങ്ങളിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ തവളക്കണ്ണൻ എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള വിത്തനങ്ങളുണ്ടായിരുന്നു. അത് ഹൈ ഈൽഡിങ് വെറൈറ്റിയാണ് അന്നത്തെ കാലത്ത്. ആ ഹൈ ഈൽഡിങ് വെറൈറ്റി ഒക്കെ പോയിട്ട് ഇപ്പൊ വീണ്ടും അതിനെ അവർ ഡെവലപ്പ് ചെയ്ത് കൊടുന്ന് വീണ്ടും അത് ഇറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് എത്രത്തോളം സക്സസ് ആവും, അതിന്റെ ഒറിജിനാലിറ്റി കിട്ടുമെന്നുള്ള കാര്യം കണ്ടറിയുന്നേ വേണം. കൃഷിരീതിയെ കുറിച്ച് വളരെയധികം വിശദമായി പറഞ്ഞതിനും വളരെയധികം നന്ദി പ്രകടിപ്പിക്കുന്നു.